കോതണ്ടപാണി എന്ന സ്റ്റുഡിയോയിൽ SPB സാറിൻ്റെ സ്റ്റുഡിയോ ചെന്നൈയിൽ. അപ്പോൾ അവിടെയാണ് വിൻസെൻ്റ് ഏട്ടനുള്ളത്. അപ്പം വിൻസെൻ്റ് ഏട്ടനായിരുന്നു രാധാകൃഷ്ണൻ ചേട്ടനും അന്ന് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യുന്നു. അപ്പം ഞാൻ അവിടെ പോയി വിൻസെൻ്റ് ഏട്ടനെ കാണാനാണ് പോയത്. അപ്പം ചേട്ടൻ അവിടെ നിൽക്കുന്നു. രാധാകൃഷ്ണൻ മോനെ വാ വാ വിളിച്ച് എന്നെ കൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് എനിക്കാണെങ്കിൽ പോവുകയും വേണം, ഒരു പാട്ട് പാടാനുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങി ഓടാൻ പറ്റുമോ? അവിടെ വന്നിട്ട് ചേട്ടൻ കുറേ കാര്യങ്ങൾ പല 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 കാര്യങ്ങളും സംസാരിച്ച് വളരെ ഗഹനമായിട്ടുള്ള എനിക്കൊന്നും മനസ്സിലാവാത്ത ടോപ്പിക്ക് വരെ അതിൽ വന്ന് അതൊരു ഞാൻ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് അങ്ങനെ കേട്ടിരുന്നു. അവസാനം കുറേ നേരമായപ്പോൾ എനിക്ക് പോയില്ലെങ്കിൽ അവിടെ പോയി തെരുവിളി കേൾക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നേർന്നേ ഇറങ്ങിക്കോട്ടെ രാധാകൃഷ്ണൻ ചേട്ടാ, ഞാൻ പോയിട്ട് ഞാൻ വേണം വൈകുന്നേരം വരാം, രാത്രി വരാം. ശരി മോനെ, ലേറ്റായല്ലേ? മോനെ ആരാന്ന് പറഞ്ഞില്ലേ? ആരാ ഏതാണെന്ന് ഞാൻ വരച്ച് എന്നെ കണ്ട് പിടിച്ചോണ്ട് പോയപ്പോൾ കുറച്ചെങ്കിലും എവിടെയെങ്കിലും കണ്ടൊരു പരിചയമെങ്കിലും രാധാകൃഷ്ണൻ ചേട്ടൻ കാണും എന്നൊക്കെ വിചാരിച്ചത്. അത് വളരെ നിഷ്കളങ്കനാണ് സംസാരിച്ചത്. പല സംഭവങ്ങളും പറഞ്ഞാൽ അത് പ്രസന്റേഷൻ നല്ല രസമാണ്. ഒന്നാമത് വളരെ കൊച്ചു ശബ്ദമാണ് രാധാകൃഷ്ണൻ ചേട്ടനെ. നീ വന്നില്ലേ അതൊന്നുമില്ല, അത് രവീന്ദ്രൻ മാസ്റ്റർ. ഇത് വളരെ സോഫ്റ്റാണ്. അത്രേ ഉള്ളൂ ശബ്ദം. അത് ഞങ്ങൾ സംസാരിക്കുന്ന കണ്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു MG അണ്ണാച്ചിയാന്ന് വിചാരിക്കും ഞാൻ. അത്ര അടുപ്പത്തോടെ സംസാരിച്ചിട്ട് ഇറങ്ങാൻ തരത്തിൽ മോനെ നീ ആരാന്ന് പറഞ്ഞില്ല. അത്ര നിഷ്കളങ്കനാണ്.